ജീവിക്കാൻ വേണ്ടി എത്ര വേഷം കെട്ടിയാലും മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും വേഷം കെട്ടരുത്. മാറിക്കൊടുത്തുകൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ മാറിക്കൊടുത്തേക്കണം. അവരുടെ സന്തോഷമാണ് നമ്മുടെ വേദനയേക്കാൾ വലുത്. ക്ഷമയോടെ ഇരിക്കുക. ഓരോ ദുഃഖത്തിന് ശേഷവും തീർച്ചയായും സന്തോഷത്തിൻ്റെ ഒരു സമയം വരും. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കാണാൻ വരുന്ന 100 ആളുകളെക്കാൾ വിലയുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ വിഷമം കേൾക്കുന്ന ഒരാൾക്ക്. ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തന്നില്ലെന്ന് കരുതി കൂടെയുള്ളവരെ വേദനിപ്പിക്കരുത്. കാരണം നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് ദോഷം വരുന്ന ഒരു ആഗ്രഹവും നടത്തിത്തരില്ല. ഒരു പ്രശ്നത്തിലേക്ക് നമ്മെ വലിച്ചെറിഞ്ഞവർക്കും അത് കണ്ട് നോക്കി നിന്നവർക്കും പിന്നീട് നമുക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള അവകാശമില്ല. പുരുഷന്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും രണ്ടാണ്. ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ പുരുഷന് സ്നേഹിക്കാൻ കഴിയൂ. സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ സാധിക്കും. കേൾക്കാൻ മാത്രമല്ല, ചിലത് കേൾക്കാതിരിക്കാനും കൂടി കാതുകൾക്ക് കഴിയണം. മനസ്സിൻ്റെ നീറ്റൽ മാറ്റാൻ അങ്ങനെയും ശീലിക്കണം. ജീവിതത്തിൽ കഠിനമായ പരിശ്രമത്തിൽ ഒരിക്കൽ വിജയത്തിലെത്തിക്കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ ഒരു യോഗം എന്ന രീതിയിൽ ഉള്ള നാട്ടുകാരുടെ സംസാരമാണ് സഹിക്കാൻ പറ്റാത്തത്. ഒരു മരത്തിലിരിക്കുന്ന പക്ഷി അതിരിക്കുന്ന കൊമ്പൊടിഞ്ഞു വീഴുമെന്ന് ഒരിക്കലും ഭയപ്പെടുന്നില്ല. കാരണം അതിൻ്റെ വിശ്വാസം ആ കൊമ്പിലല്ല, സ്വന്തം ചിറകുകളിലാണ്. ചുറ്റുമുള്ളതിനേക്കാൾ എപ്പോഴും നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. ചിലതൊക്കെ നമ്മൾ അവസാനിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുന്നിടത്താണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ലഭിച്ചത് മാത്രമായിരിക്കില്ല അനുഗ്രഹം. നമുക്ക് നഷ്ടപ്പെട്ടതും അനുഗ്രഹമായി മാറാം. പക്ഷേ നാം അത് മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നു എന്ന് മാത്രം. സമൂഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ്. ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാകൂ. വീഴ്ത്തുന്നത് വിനോദം മാത്രമല്ല, ഒരാഘോഷം കൂടിയാണ്. എല്ലാ അനുഭവങ്ങളും ഓരോ തിരിച്ചറിവുകളാണ്. എങ്ങനെയാവണം, എങ്ങനെയാവാതിരിക്കണം എന്ന തിരിച്ചറിവുകൾ. ഒരു കാലത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാം വെറും കഥകൾ മാത്രമാണ്. മരണം കൊണ്ടുപോകാത്ത ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ, മറ്റൊരാളുടെ മനസ്സിൽ നമ്മൾ പതിച്ച പുഞ്ചിരി. ഒരാൾക്ക് നമ്മോടുള്ള പെരുമാറ്റം നമ്മുടെ നിയന്ത്രണത്തിലല്ല, പക്ഷേ അയാളോടുള്ള നമ്മുടെ പെരുമാറ്റം പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ്. ആ പെരുമാറ്റമാണ് നമ്മുടെ മഹത്വം നിശ്ചയിക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ പുഞ്ചിരിക്കണം. തളർത്താൻ ശ്രമിക്കുമ്പോൾ തളരാതെ നിൽക്കണം. കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ വിജയിച്ചു കാണിക്കണം. പരിഹസിച്ചവരുടെ മുന്നിൽ പതറാതെ ജീവിക്കണം. നീ നിനക്ക് നൽകുന്ന വില അതാവണം നിന്റെ ജീവിതം.